മഹാരാഷ്ട്രയിൽ മഞ്ഞുരുകിയതാണ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഒന്ന്. അതായത് മഹാരാഷ്ട്രയിൽ BJPയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും. നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. നമുക്കറിയാം ശിവസേനയുടെ ഷിൻഡെ വിഭാഗം ഈ മഹായുതിയിലാണ്, അവരുടെ സഖ്യത്തിലാണ്. അതുപോലെ തന്നെ NCPയിൽ അജിത് പവാർ വിഭാഗവും ഇവർക്കൊപ്പമാണ്. ആദ്യം ഷിൻഡെയും ഷിൻഡെയുടെ ശിവസേനയും മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒരു തവണ, അതായത് ശിവസേനയെ മഹാരാഷ്ട്രയിൽ ശിവസേന നേതാക്കൾ മുഖ്യമന്ത്രിയാകുമെന്ന് മോദി ഉറപ്പ് നൽകിയിരുന്നു. അതിനുള്ള വഴി ഷിൻഡെക്ക് തുറന്നു കൊടുത്തതും BJP തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോദിയും അമിത്ഷായും പറയുന്നത് പോലെ അനുസരിക്കുമെന്ന് ഷിൻഡെ 2 ദിവസം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ഇന്നാണ് അവിടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതും ഫട്നാവിസിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുന്നതും മുഖ്യമന്ത്രി അദ്ദേഹമാകുമെന്ന് ഉറപ്പാകുന്നതും. അതുപോലെ തന്നെ ഷിൻഡെയും അജിത് പവാറും ഒക്കെ ഒരുപക്ഷെങ്കിൽ ഉപമുഖ്യമന്ത്രിമാരായി നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. ഇനി സംഭാലിലാകട്ടെ, UPയിലാകട്ടെ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ സംഭാലിൽ നമുക്കറിയാം, ഒരു മസ്ജിദിൽ നടന്ന സർവേയുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷവും അതിനെ തുടർന്ന് കുറച്ച് ചെറുപ്പക്കാർ പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കാനുള്ള സാഹചര്യവും ഒക്കെ നമുക്കറിയാം. അവിടെ സംഭാലിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് ഡെലിഗേറ്റ്സും, അതായത് KC വേണുഗോപാൽ ഉൾപ്പെടുന്ന നേതാക്കളും പോകാൻ തീരുമാനിക്കുന്നു. ഡൽഹി UP അതിർത്തി വരെ അവർ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ സഞ്ചരിക്കുന്ന സമയത്ത് UP അതിർത്തിയിൽ വെച്ച് UP പോലീസ് ഇവരെ തടയുന്നു. അങ്ങോട്ടേക്ക് സംഭാലിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല, അവിടെ സ്ഥിതികൾ അത്ര ആശാവഹമല്ല, പ്രശ്നബാധിത പ്രദേശമാണ്, അങ്ങോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോലീസ് തടയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി തനിച്ചെങ്കിലും പോകും എന്ന്, അതായത് പ്രിയങ്ക ഗാന്ധി മറ്റു നേതാക്കളും വേണ്ട, താൻ തനിച്ചെങ്കിലും അവിടെ പോകട്ടെ എന്ന് പറഞ്ഞ്, താൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ലോക്സഭ പ്രതിപക്ഷ നേതാവാണ്, അപ്പോൾ തനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്, അതിൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പോലീസിനെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വഴങ്ങിയില്ല. അവസാനം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖിച്ചിരിക്കുന്ന സഹോദരങ്ങളെ കാണാൻ പോകാനുള്ള ഞങ്ങളുടെ അവകാശത്തെയാണ് പോലീസ് നിഷേധിച്ചത് എന്ന തരത്തിൽ പ്രസ്താവന നടത്തി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അതുപോലെ തന്നെ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ആളുകൾ, പുതുമുഖമല്ല, ഒരാൾ നേരത്തെ MLA ആയിട്ടുണ്ട്, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് പുതുമുഖമാണ്. അതും കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനേക്കാൾ 4 ഇരട്ടി വോട്ട് നേടിയാണ്, അതായത് UDF പ്രതീക്ഷിച്ചതിനേക്കാൾ 4 ഇരട്ടി വോട്ട് കൂടുതൽ നേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആകുന്നത്. ഇന്നായിരുന്നു അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. അവരും അങ്ങനെ നിയമസഭാ സാമാജികന്മാരായി UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും കേരള നിയമസഭയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അതാണ് കേരളത്തിലെ വലിയൊരു ഡെവലപ്മെൻറ്റ്. 2 പേര് എത്തിക്കഴിഞ്ഞു. ഇനി അവിടെ മണ്ഡലങ്ങൾ വേക്കൻ്റായിട്ട് കിടക്കുകയില്ല. 1.5 വർഷത്തോളം മാത്രമേ ഉള്ളൂ കാലാവധിയെങ്കിൽ ഈ മന്ത്രിസഭയുടെയും അതുപോലെ തന്നെ ഈ നിയമസഭയുടെയൊക്കെ കാലാവധി 1.5 വർഷം കൂടിയേ ഉള്ളൂവെങ്കിൽ പോലും 1.5 വർഷത്തോളം ആ മണ്ഡലത്തെ കാക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നുണ്ട്. അതുപോലെ തന്നെ ചേലക്കരയുടെ സാരഥിയായി അമരക്കാരനായി UR പ്രദീപും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് MLA മാരായി ചുമതല ഏറ്റെടുത്തു. മറ്റൊരു സംഭവം പറഞ്ഞാൽ കളർകോട് വാഹനാപകടം, കണ്ണീരണിയിക്കുന്ന സംഭവമാണ്. കളർകോട് വാഹനാപകടം സംഭവിച്ചത് എങ്ങനെയെന്നൊരു ദൃക്സാക്ഷി ഇന്ന് വിവരിക്കുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത്, ഒരു മരച്ചില്ല റോഡിലേക്ക് വീണു, മഴയും കാറ്റും ഉണ്ടായിരുന്നില്ല, ഒരു മരച്ചില്ല റോഡിലേക്ക് വീണു. അപ്പോൾ പെട്ടെന്ന് വണ്ടി വെട്ടിയൊഴിച്ച് ചെന്ന് നേരെ പോയത് KSRTC ബസ്സിൻ്റെ മുന്നിലേക്കാണ്. അതുകൊണ്ടാണ് അമിത വേഗത്തിൽ വന്ന വണ്ടി പെട്ടെന്നൊരു മരച്ചില്ല റോഡിൽ വീഴുന്നത് കണ്ട് വെട്ടി ഒഴിഞ്ഞു, അങ്ങനെയാണ് പോയി ചെന്ന് ബസ്സിൽ ഇടിക്കുന്നത് എന്നാണ് ആ ദൃക്സാക്ഷി പറഞ്ഞത്. ഏതായാലും അത് വളരെ ദാരുണമായ സംഭവമായി പോയി. ഇപ്പോഴും ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട കുട്ടികളുമുണ്ട്. അവരൊക്കെ ആകെ നടുക്കം മാറാത്ത അവസ്ഥയിൽ തന്നെയാണ്. അതേ അവസരം തന്നെ മോട്ടോർ വാഹന വകുപ്പ് കാരണങ്ങൾ നിരത്തി ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതും വലിയൊരു ഡെവലപ്മെൻറ്റാണ് ഈ കേസിൽ. അതായത് വണ്ടിയുടെ കാലപ്പഴക്കം, ആളുകൾ പരിധിയിൽ കൂടുതൽ 7 പേർക്കുള്ള വാഹനത്തിൽ 11 പേരെ കയറ്റിയത്, പിന്നെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറുടെ പരിചയക്കുറവ്, 5 മാസം മുമ്പാണ് അയാൾക്ക് ലൈസൻസ് കിട്ടിയത്, അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും ഇന്ന് MVD അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ RTO, അതായത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഇന്ന് ഈ വാഹനത്തിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി അയാളുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഇതാണ് കളർകോട് സംഭവത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. മറ്റൊന്ന്, കേരള പൂജാ ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞു. 12 കോടി രൂപ അടിച്ചത് ആലപ്പുഴ ജില്ലയിൽ വിറ്റ ടിക്കറ്റിനാണ്. ഭാഗ്യവാനെ തേടി ആളുകൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഒരുപക്ഷെ ഈ വാർത്ത നിങ്ങളിൽ എത്തും മുമ്പ് തന്നെ ഭാഗ്യവാനെ കണ്ടെത്താനും സാധ്യതയുണ്ട്. പിന്നെ മധു മുല്ലശ്ശേരി CPM-ന്റെ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു. വളരെ തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്നു. ഒരുപാട് ജനപിന്തുണയൊക്കെ ആർജിക്കാൻ കഴിവുള്ള നേതാവായിരുന്നു. അത് പക്ഷേ ജില്ലാ സെക്രട്ടറി V ജോയിയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത, അതിനെ തുടർന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തായ മധു മുല്ലശ്ശേരി നേരെ BJP പാളയത്തിലേക്കാണ് പോയത്. BJP പാളയത്തിൽ പോയി ഏകദേശം 4 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള മധു മുല്ലശ്ശേരിയെ പാർട്ടി ഒഴിവാക്കി വിടുമ്പോൾ അല്ലെങ്കിൽ നാണം കെടുത്തി പുറത്താക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ മകനും മധു മുല്ലശ്ശേരിയുടെ മകൻ ഉൾപ്പെടെ മകനും ഭാര്യയും അതുപോലെ തന്നെ മറ്റ് കുടുംബാംഗങ്ങളുമൊക്കെ BJP-യിലേക്ക് പോകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പെട്ടെന്ന് നോക്കുകയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങളായി ഓർമ്മ വരുന്നത് ഈ വാർത്താ ദിനത്തിൽ.